ഇന്ന് നമ്മൾ ചിക്കൻ പോപ്കോൺ ആണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെയാണ് ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ 2 പീസ് ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തത്. ബോൺലെസ് ചിക്കനാണ് നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ടത്. ഈ ചിക്കൻ ബ്രസ്റ്റ് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതിലൊട്ടും വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് വെള്ളമൊക്കെ പോക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഈ ചിക്കൻ ബ്രസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ പീസുകളെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇടാം. ഈ ഒരു വലുപ്പത്തിലുള്ള പീസായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ചെറിയ പീസാക്കിയിട്ടെടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 2 ടേബിൾ സ്പൂൺ വിനെഗർ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ റെഡ് ചില്ലി സോസ് ആണുള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡറാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ പാപ്രിക്ക പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതുപോലെ ഓരോ പീസ് ചിക്കൻ എടുത്തിട്ട് ഈ പൊടിയിലേക്ക് ഇട്ട് വെക്കാം. ഈ ചിക്കനിൽ പൊടി ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഓരോ ചിക്കനും ഇതുപോലെ എടുത്തിട്ട് ബാക്കിയുള്ള പൊടിയൊന്ന് തട്ടിക്കളയാം. ഓരോ ചിക്കൻ്റെ പീസിലും ഇതുപോലെ പൊടിയൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഈ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ചിക്കൻ്റെ എല്ലാ പീസസും ഇതുപോലെ ഈ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 തവണയായിട്ടാണ് നമ്മളിത് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മൾ ചിക്കനൊക്കെ ഇതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം ബാക്കി വന്ന ഈ ഒരു കൂട്ടിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാ വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഒരു തവണ കോട്ട് ചെയ്ത് വെച്ച ഈ ചിക്കൻ്റെ ഓരോ പീസസും ഇതുപോലെ ഈ വെള്ളത്തിൽ ഒരു തവണ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഈ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഡബിൾ കോട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോഴാണിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. എല്ലാ ചിക്കൻ്റെ പീസസും ഇതുപോലെ ഈ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ പൊടിയിലൊന്ന് കോട്ട് ചെയ്ത് വെക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അതങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ചിക്കൻ്റെ പീസസ് എല്ലാം ഇതുപോലെ 2 തവണയായിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഓരോ ചിക്കൻ്റെ പീസസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ 2 തവണ കോട്ട് ചെയ്ത് വെച്ച ഓരോ ചിക്കൻ്റെ പീസസും ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കേണ്ടത്. ഫ്ലെയിം നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം ഒന്നും വേവാതെ വരും. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചിക്കൻ പോപ്കോൺ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം സമയം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്